അസ്സലാമലൈക്കും. ഇന്ന് നമ്മളൊരു പുതിയ പാഠം എടുക്കാൻ പോവാണ്. കവിതയാണ്. എല്ലാവരും ഇപ്പം ഇതിൻ്റെ മുമ്പൊരു കഥയാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി നമ്മളൊരു കവിത, നല്ല രസമുള്ള ഒരു ജാഡ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നല്ലൊരു കവിതയാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. എല്ലാവരും വായിക്കുന്നത് ശ്രദ്ധിക്കാം, എന്നിട്ട് നമുക്ക് അർത്ഥം വെക്കാം. ജാഡ ധൂം മച്ചാത്ത ആയ, കപ്പടെ ഗരം പനാത്ത ആയ. ജാഡ തണുപ്പ്, ധൂം മച്ചാത്ത ശബ്ദമുണ്ടാക്കി ആയ വന്നു. അതായത് ശബ്ദമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നല്ല രീതിയിൽ തണുപ്പ് ഇങ്ങനെ നമ്മളടുത്തേക്ക് വരാണ്. കപ്പടെ വസ്ത്രങ്ങളൊക്കെ ഗരം പനാത്ത ആയ, വസ്ത്രങ്ങളോ ഗരം പനാത്ത ആയ, ചൂട് ധരിപ്പിച്ച് വന്നു. വസ്ത്രങ്ങൾ എങ്ങനെ അപ്പോൾ ചൂട് ധരിപ്പിക്കുക? തണുപ്പുണ്ടാകുമ്പോൾ ചൂട് കിട്ടാൻ വേണ്ടിയല്ല നമ്മൾ വസ്ത്രം ഇടാം. അപ്പോൾ എല്ലാവരും എന്തായി, തണുപ്പ് വന്നപ്പോൾ വസ്ത്രം ഇടാൻ തുടങ്ങിയെന്നർത്ഥം. മനസ്സിലായില്ലേ? വസ്ത്രങ്ങൾ തണുപ്പ് ധരിപ്പിച്ച് വന്നു എന്ന് പറഞ്ഞാൽ തണുപ്പ് കാരണം ആൾക്കാർക്ക് നിൽക്കാൻ കഴിയില്ല, അപ്പോൾ ചൂടിൻ്റെ ആവശ്യം വേണം. അപ്പോൾ എന്തായി, അവർ നല്ല ജാക്കറ്റ് പോലത്തെ കമ്പിളി വസ്ത്രങ്ങൾ ധരിച്ച് ചൂട് ധരിപ്പിച്ചു അല്ലേ. കൈസേ ഹവാഹെ, എന്തൊരു അന്തരീക്ഷമാകുന്നു, എന്തൊരു വായുവാകുന്നു. ഫർ 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 എന്ന ശബ്ദം ഉണ്ടാക്കാണ്. കാമ്പുത്തേ ഹേ സബ് തർ തർ തർ, എല്ലാവരും തർ 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 എന്ന ശബ്ദം ഉണ്ടാക്കിയിട്ട് കാമ്പുത്തേ ഹൈ വിറക്കുന്നു. കാമ്പുത്തേ ഹൈ വിറക്കുന്നു. സബ് എല്ലാവരും. എങ്ങനെയാണ് വിറക്കുന്നത്? തർ തർ തർ. എന്തൊരു വായു. കൈസി ഹവാഹെ, എന്തൊരു വായുവാണ്. ഫർ 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 അല്ലേ. എല്ലാവരും ഇങ്ങനെ വായുവിലിങ്ങനെ ഫർ 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 എന്നിങ്ങനെ ശബ്ദം ഉണ്ടാക്കാൻ. ഇങ്ങോട്ട് പറയാം, ചുപ് ജാത്താ ഹെ സൂരജ് ജൽദി. ചുപ് ജാത്താ ഹെ, ഒളിഞ്ഞു നിൽക്കുന്നു അല്ലെങ്കിൽ മറഞ്ഞു നിൽക്കുന്നു. സൂരജ്, സൂര്യൻ പോലും ജൽദി, പെട്ടെന്ന്. അപ്പോൾ സൂര്യൻ തന്നെ തണുപ്പ് കാരണം സൂര്യൻ അവിടെ നിൽക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. സൂര്യൻ എന്തായി, വേഗം പോയി ഒളിച്ചു നിന്നു. ലഗ്തി ഹെ, തോന്നുന്നു. ഇസ്കോ ബി, ആ സൂര്യനെപ്പോലും. ഇസ്കോ ഇതിനെ, ബി ഇതിനെയും തോന്നുന്നു. അതായത് സൂര്യനെയും തോന്നുന്നു. എങ്ങനെ? സർദി, ഭയങ്കര തണുപ്പായിട്ട്. ഇപ്പോൾ ചൂട് എന്താ പറയുക, ചൂട് കിട്ടാൻ വേണ്ടി സൂര്യൻ വന്നിട്ടും കാര്യമില്ല. തണുപ്പ് കാരണം എന്താ പറയുക, സൂര്യൻ പോലും തണുത്തുപോയി. മാത്രമല്ല അത് പോയി ഒളിച്ചു നിന്നു എന്നർത്ഥം. എല്ലാവരും ഒച്ച ഉണ്ടാക്കുക. ഹാ 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 ഹാ, ഹി 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 ഹി, ഹു 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 ഹു, സി 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 സി, ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുക തണുപ്പ് കാരണം. ഹേ രീ സർദി, ഓയ് സർദീരി, അതായത് സർദീരി എന്ന് പറഞ്ഞാൽ തണുപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഹയേ ഹോയ് സർദീരി, തണുപ്പ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. സാരേ ബദന്മേ, എല്ലാവരുടെ ശരീരത്തിലും. ബറഫ്സി ബി, ബറഫ്സി ബർദി, ബറഫ്സി എന്ന് പറഞ്ഞാൽ ബറഫ് എന്ന് പറഞ്ഞാൽ മഞ്ഞ്. ബറഫ്സി ബർദി, മഞ്ഞിനാൽ ബർദി, നിറഞ്ഞിരിക്കുന്നു. അതായത് എല്ലാവരുടെ ഡ്രസ്സിലും മേത്തും ഒക്കെ എന്താണ്, ഫുള്ള് തണുപ്പാണ്. തണുപ്പുകൊണ്ട് അങ്ങനെ ഒരു തണുപ്പിൻ്റെ ഒരു കാലം തന്നെ ഇവിടെ ഇങ്ങനെ ഈ കവിതയിലൂടെ നമുക്ക് പറഞ്ഞു തരാൻ. അപ്പോൾ എല്ലാവരും ശരിക്കും പോലെ ഈ കവിത വായിച്ച് നോക്കുക. നല്ല രസത്തിൽ വായിക്കുക, ഉഷാറാക്കി വായിച്ചിട്ട് നിങ്ങളെന്താക്കണം, നല്ലവണ്ണം പഠിക്കണം. ഓക്കെ, അസ്സലാമു അലൈക്കും.